നിങ്ങളുടെ റെസ്യൂമെ നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ ഇന്റർവ്യൂ കോൾസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ഫേസിൽ കൂടെ ആണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഞാൻ ക്വാളിഫൈഡ് ആണ്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ടെക്നിക്കലി നല്ല സ്കിൽസ് ഉണ്ട്, എന്നാലും റിജക്ഷൻ. പല കമ്പനീസിനും പല ജോബ് പൊസിഷനും അപ്ലൈ ചെയ്തിട്ട് ഒരു കോള് പോലും വരുന്നില്ല. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രോബ്ലം അല്ല, നിങ്ങളുടെ റെസ്യൂമേലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആണ്. ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളുടെ റെസ്യൂമെ പല ജോബിലും റിജക്ഷൻ ആകുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് വളരെ കോമൺ ആണ്. മെനി ഗുഡ് ടാലന്റഡ് പ്രൊഫഷണൽസും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. റെസ്യൂമെ മേ ബി സ്ട്രോങ് ആയിരിക്കാം, പക്ഷേ അതൊരിക്കലും ഒരു റിക്രൂട്ടർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നില്ല. ഓർക്കണം, റെസ്യൂമെ ഇസ് നോട്ട് ഫോർ യുവർ ലൈഫ് സ്റ്റോറി. റെസ്യൂമെ ഇസ് എ മാർക്കറ്റിംഗ് ഡോക്യുമെന്റ്. നിങ്ങളെ സെല് ചെയ്യാനുള്ള ബെസ്റ്റ് മാർക്കറ്റിംഗ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത്. അത് കണ്ടാൽ നിങ്ങളെ അവിടേക്ക് വാങ്ങാനായിട്ട് ഡെസിഷൻ എടുക്കണം. ഒരു 15 വർഷത്തെ HR എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. കുറേ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെയും സ്ക്രീനിങ്ങിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. സോ പല റെസ്യൂമേഴ്സും കണ്ടതിൽ കോമൺ കണ്ട ഒരു മെയിൻ 3 മിസ്റ്റേക്സുകൾ ഞാനിന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ റെസ്യൂമേൽ അതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഒരു ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റെസ്യൂമെ ടോക്സ് ഡ്യൂട്ടീസ് നോട്ട് വാല്യൂ. മോസ്റ്റ് റെസ്യൂമേഴ്സ് പറയുന്നത് ഇതാണ്: ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്, ഐ ഹാൻഡിൽ ദാറ്റ്, ഐ സപ്പോർട്ടഡ് ദ ടീം. ബട്ട് റിക്രൂട്ടർ ചോദിക്കുന്നത് ഇതാണ്: സോ വാട്ട് ഡിഫറൻസ് ഡിഡ് യു മേക്ക്? റെസ്യൂമേല് ഡ്യൂട്ടീസ് പറയുന്നത് മാത്രം പോരാ, വാല്യൂ, റിസൾട്ട്, ഇമ്പാക്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഹാൻഡിൽ സെയിൽസ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ സെയിൽസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതൊരു ജനറിക് ആയിട്ട് പറയുന്നതിന് പകരം ഇൻക്രീസ്ഡ് സെയിൽസ് ബൈ 20% ഇൻ 6 months, വിച്ച് മീൻസ് വെരി വെരി ക്ലിയർ. ഭയങ്കര ഒരു ക്ലാരിറ്റി ആണ് തരുന്നത്. നിങ്ങൾ ആ ഒരു പ്രൊഫൈല് ഹാൻഡിൽ ചെയ്ത് ഒരു കമ്പനി വർക്ക് ചെയ്തപ്പോ വാട്ട് ഡിഫറൻസ് യു മേക്ക്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. റിക്രൂട്ടറിന് വളരെ ഈസിയാണ് അത് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനും. സോ റിസൾട്ട് ആണ് സംസാരിക്കേണ്ടത്, നോട്ട് റെസ്പോൺസിബിലിറ്റീസ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സെയിം റെസ്യൂമെ ഫോർ എവറി ജോബ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഏതൊരു കമ്പനിയിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഓപ്പണിംഗ് വന്നാലും ഈ സെയിം റെസ്യൂമെ വെച്ചിട്ട് തന്നെയായിരിക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പല കമ്പനീസിലും ജോബ് പൊസിഷൻ മേ ബി സെയിം ആയിരിക്കും, പക്ഷേ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോ കമ്പനിയിലും വ്യത്യസ്തമായിരിക്കും. കമ്പനി എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആണ്. ബട്ട് സെയിം റെസ്യൂമെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ടറിന് ഇമ്മീഡിയറ്റ്ലി മനസ്സിലാകും ദിസ് റെസ്യൂമെ ഇസ് നോട്ട് മീൻ ഫോർ അസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ എല്ലാ കമ്പനിയിലും അപ്ലൈ ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ചെയ്യണോ എന്നുള്ളത്. കസ്റ്റമൈസേഷൻ കോംപ്ലിക്കേറ്റഡ് അല്ല ഒരിക്കലും. സ്മോൾ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഹെഡ്ലൈൻ ചേഞ്ച് ചെയ്യുക, സ്കിൽസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക, എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് വരുത്തി ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന്റെ ബേസിസിൽ നിങ്ങളൊന്ന് ചെറിയ കസ്റ്റമൈസേഷൻ വരുത്തിയാൽ തന്നെ വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം. മിസ്റ്റേക്ക് നമ്പർ 3, ടു മച്ച് ഇൻഫർമേഷൻ ആൻഡ് നോ ക്ലാരിറ്റി. മെനി റെസ്യൂമേഴ്സും ചെക്ക് ചെയ്യുമ്പോൾ ഓവർലോഡഡ് ആണ്. ടു മെനി പേജസ്, ടു മെനി ഫോൺസ്, ടു മെനി ഡീറ്റെയിൽസ്. റെസ്യൂമെ എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, ഐ ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം ഒരു റിക്രൂട്ടർ ഒരു ആവറേജ് റെസ്യൂമേയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം 6 to 8 seconds ആണ്. ഈ 6 to 8 secondsൽ ആ ഒരു റിക്രൂട്ടറിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈസിലി റിജക്ഷൻ ആവും. ദെൻ വാട്ട് ആക്ച്വലി മേക്സ് എ ഗുഡ് റെസ്യൂമെ? ഗുഡ് റെസ്യൂമെ മീൻസ് ക്ലിയർ റോൾ ഐഡന്റിറ്റി ആയിരിക്കണം, റെലവന്റ് സ്കിൽസ് ആയിരിക്കണം അതിൽ മെൻഷൻ ചെയ്യേണ്ടത്, സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കണം, റിസൾട്ട് ഫോക്കസ്ഡ് പോയിന്റ്സ് ആയിരിക്കണം. ഡെക്കറേഷൻ അല്ല ഒരിക്കലും നോക്കുന്നത്, ആൻഡ് ഡിസൈൻ ട്രിക്സും അല്ല. ഇപ്പൊ ഒത്തിരി ഡെക്കറേറ്റഡ് ഡിസൈൻഡ് റെസ്യൂമേസ് ഉണ്ട്. എപ്പോഴും ഒരു റെസ്യൂമേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി ഇസ് ദ കിങ്. എങ്ങനെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം? പ്രാക്ടിക്കൽ ആക്ഷൻ സ്റ്റെപ്പ് ഞാനിപ്പോ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുഞ്ഞു സ്റ്റെപ്പുകൾ, ഒരു 3 സിമ്പിൾ സ്റ്റെപ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ റെസ്യൂമെ ഓപ്പൺ ചെയ്യുക. നിങ്ങളൊരു പൊസിഷൻ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പ്രൊഫൈൽ കണ്ടപ്പോൾ ഇഷ്ടമായി, നിങ്ങളുടെ സ്കിൽസുമായിട്ട് മാച്ചിങ് ആണെന്ന് തോന്നിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ റെസ്യൂമെ ഓപ്പൺ ചെയ്ത് വെക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ആ ഒരു കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒരു സൈഡിൽ വെക്കുക. എന്നിട്ടത് കമ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ റെസ്യൂമെ
ഈ ജോബിന് പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കിയേ. കണ്ടിട്ട് നിങ്ങളൊരു റിക്രൂട്ടർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് സെലക്ഷൻ ആകുമോ, ഈ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ചിങ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ആൻസർ നോ ആണെങ്കിൽ കുറച്ച് സിമ്പിൾ എഡിറ്റ് വരുത്തുക. കാരണം ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ചിങ് ആവുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ്, നിങ്ങൾ പഴയ കമ്പനിയിൽ ഹാൻഡിൽ ചെയ്ത സെയിം റോൾ ആയിരിക്കും, പക്ഷെ ഇവിടെ വ്യത്യസ്തമായിരിക്കും ആ ഒരു ഇപ്പുറത്തെ കമ്പനിയിൽ ഡിസ്ക്രിപ്ഷൻ വെച്ചേക്കുന്നത്. സോ അതുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന കുറച്ച് സിമ്പിൾ എഡിറ്റ്സ് നിങ്ങൾ അതിനകത്ത് ചെയ്ത് നോക്കുക. ആ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ നിങ്ങളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ റെസ്യൂമെയും ആ ഒരു കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനും തമ്മിൽ മാച്ചിങ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്, നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കോള് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻകോമ്പീറ്റന്റ് ആണെന്നല്ല ഒരിക്കലും അർത്ഥം. നിങ്ങളുടെ റെസ്യൂമെ നിങ്ങളെ കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രണ്ട്സ് ചെയ്യേണ്ടത്, ഏതൊരു പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഫ്രഷേഴ്സ് ആകാം, എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആകാം, നിങ്ങളുടെ റെസ്യൂമെ എടുത്ത് നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ജോബിൽ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മാച്ചിങ് ആണോ നോക്കുക. മാച്ചിങ് ആണെങ്കിൽ ഗോ ഹെഡ്, അല്ല എങ്കിൽ സ്മോൾ എഡിറ്റ്സ് വരുത്തിയതിനു ശേഷം ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഫൈല് നിങ്ങൾ സെൻഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് വന്നു തുടങ്ങും. ഓക്കെ, സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് റെസ്യൂമെ പ്രിപ്പറേഷൻ ഒക്കെ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് പേഴ്സണലി. കുറെ പേർക്ക് പേഴ്സണലി ഗൈഡൻസ് സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു റെസ്യൂമേലെ മിസ്റ്റേക്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു സാമ്പിൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അത് നിങ്ങൾക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. This is Vincy Niju. Stay tuned for more mind, career and wellness videos.